ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അബുദാബി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അബുദാബിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ അബുദാബിയിലാണ്. അപ്പോൾ അവൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ 5 വർഷങ്ങൾക്ക് ശേഷമാണ് അബുദാബിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 11:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു 11:30-11:45 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞങ്ങളൊരു 1 മണി 1:30 ആകുമ്പോഴേക്കും അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോയത് അനിയൻ്റെ ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ഹോട്ടലിൽ പോയി, റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഫുഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് പോയത്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയാണ് കേട്ടോ. ബീഫ് മന്തിയും ചിക്കൻ മന്തിയും പിന്നെ ഒരു ഫിഷ് ഗ്രില്ലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ അടുത്തൊരു സൂ ഉണ്ടെന്ന് പറഞ്ഞു. ഷഹാമയിൽ സായിദ് മിലിറ്ററി സിറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഈ സൂ വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ 2 അനിയന്മാരും പിന്നെ അനിയൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അനിയൻ്റെ ഫ്രണ്ടാണ് വീഡിയോസൊക്കെ എടുത്തു തന്നത്. അനിയൻ്റെ ഫ്രണ്ടും പിന്നെ അനിയനും കൂടിയാണ് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തിയിട്ടുണ്ട്. ഇവിടെ സൂവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ റിസോർട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കുറേ അനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി സൂ തന്നെയായിരുന്നു. വലിയൊരു സൂ ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ അനിമൽസിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഫുഡ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഇങ്ങനെ അവിടെ അതൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അനിമൽസിനുള്ള ഫുഡൊക്കെ അവരവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ അവരെ ഫീഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അനിമൽസിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേർക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും കേട്ടോ ഈ സൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 55 ദിർഹംസാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീ ഉള്ളത്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ അനിമൽസും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവർ ഫുള്ള് അനിമൽസിൻ്റെ പേരും അത് കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ അനിമൽസിൻ്റെ കൂട്ടിൽ അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അനിമൽസിനെ കുറിച്ചിട്ടും അവർക്ക് എന്താ ഫീഡ് ചെയ്യേണ്ടതെന്നും അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നോക്കിയിട്ട് അടുത്ത വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.